ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഞാൻ വെറും ഒരു വർക്ക്ഷോപ്പ് ജീവനക്കാരനായ മാധവൻ നായരുടെ മകനാ. അതുകൊണ്ട് തന്നെ ചിലപ്പോ പകുതി വഴിയില് പതേ നൂരയൊക്കെ വന്ന് വീണെന്ന് വരും. പക്ഷേ എന്റെ കൂടപ്പിറപ്പിന് എന്തെങ്കിലും പറ്റിയ നിന്റെ അച്ഛനാണെന്നൊന്നും നോക്കില്ല, തീർത്ത് കെട്ടും ഞാൻ. അതിനുള്ള ക്ഷത്രിയ രക്തമൊക്കെ എന്റെ അമ്മ ചന്ദ്രിക വർമ്മ പകർന്നു തന്നിട്ടുണ്ട് എനിക്ക്. എന്താ പരീക്ഷിച്ചു നോക്കുന്ന നീ? എന്റെ ഭാര്യയെ രക്ഷപ്പെടുത്തണം. അതിന് ഞാൻ എന്താ ചെയ്യേണ്ടത്? അവളെ രക്ഷിക്കാൻ നീ എന്തു ചെയ്യുമോ? എന്തു ചെയ്യും? എങ്കിൽ നീ വന്ദനയെ ഡിവോഴ്സ് ചെയ്യണം. അങ്ങനെ ചെയ്താൽ അവളെ വെറുതെ വിടാം. പിന്നീട് ഇത് സംബന്ധിച്ച് കേസോ മറ്റു പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാവില്ല. സഹായം ചോദിച്ചു വന്നവന്റെ ചങ്കിലെ ചോര തന്നെ വേണോ അച്ഛന് ദാഹം തീർക്കാൻ? അച്ഛന്റെ ചങ്കിലെ ചോര കുടിക്കാൻ പിറന്ന പിശാചാണ് ആ പെണ്ണ്. അവളോട് കണക്ക് തീർക്കാൻ എനിക്കിത് തന്നെ വേണ്ടിവരും. നിരുപാധികം ചെയ്ത കുറ്റത്തിൽ നിന്ന് അവളെ മോചിപ്പിക്കാം. പക്ഷേ ഈ കുടുംബത്തിലേക്കൊരു തിരിച്ചുവരവ് സാധ്യമല്ല. സ്വന്തം മകന്റെ ജീവിതം രക്ഷപ്പെടാൻ അച്ഛൻ നോക്കിയിട്ട് ഇത് മാത്രമേ ഉള്ളൂ മോനെ, ഏക മാർഗം. നിനക്ക് മനസ്സിലായോ? മയക്കുമരുന്നാണ് കേസ്, അറിയാലോ. കോടതിയിലെത്തിക്കഴിഞ്ഞ നിന്റെ ഭാര്യ റിമാൻഡില 90 ദിവസം. ധിക്കാരവും നിഷേധവും മാത്രം കൈമുതലായുള്ള ഒരു പെണ്ണിനെ ഇനി എന്റെ മകന് വേണ്ട. അതിനേക്കാളും ഭേദം എന്റെ വഴിയിലൂടെ ഈ നാടിനെ സേവിച്ചു നടക്കുന്ന അവിവാഹിതനായ ഒരു മകനെയാണ്. അതേ, വരാൻ പോകുന്നത് നിയമസഭാ ഇലക്ഷനാ. കരുണാകരക്കുറുപ്പിനിപ്പോ നിന്റെ അച്ഛയില്ലാതാക്കിയ കളങ്കം വീണ്ടെടുക്കാൻ എന്റെ മകന് കഴിയും. അച്ഛനെതിരെ കള്ളക്കേസ് ചുമത്തിയതാണെന്നറിഞ്ഞ മകൻ സ്വന്തം ഭാര്യ ഉപേക്ഷിച്ചു. തെറ്റു മുഴുവൻ നിന്റെ ഭാര്യയ്ക്ക്, കുറുപ്പിന്റെ മരുമകൾക്ക്. ഈ ഡിവേഴ്സിലൂടെ നഷ്ടപ്പെട്ടു പോയ എന്റെ ഇമേജ് വീണ്ടെടുക്കാൻ നീ എന്റെ കൂടെ നിന്നാൽ നിന്റെ ഭാര്യ തടവറയിലാകാതെ എന്നേക്കുമായി പുറത്തേക്ക് വരും.